ഹലോ SLC മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ IT എക്സാമിന് ഫസ്റ്റ് A+ മേടിക്കാനുള്ള എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറേ തിയറീസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. താഴെ ഞാൻ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഫുൾ ക്ലാരിറ്റിയിൽ ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ഫുൾ ഫോംസും കുറേ ഷോർട്ട് സാധനങ്ങളുണ്ട്. HTML, CSS, QGS, ഫയൽ ഫോർമാറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ കുറേ നമ്മൾ പഠിക്കാനുള്ള ഫുൾ ഫോംസ് ഉണ്ട്. അത് കുറേ ചോദിക്കും. ഓക്കെ, അത് ഫസ്റ്റ് കാര്യം. സെക്കൻഡ്, ഫൗണ്ടേഴ്സ് ഡെവലപ്പ്, ആരെന്ത് കണ്ടുപിടിച്ച് എന്താ സംഭവം, ഓരോ പേരുണ്ട്. ലൈനസ് ടോർവാൾഡ്സ് ഉണ്ട്, ചാൾസ് ബാബേജ് ഉണ്ട്, കുറേ പേരുകളുണ്ട്. അത് എവിടെയാണ് ഈ ചാപ്റ്റർ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മൊത്തം പറഞ്ഞാൽ അതിൻ്റെ ഫയൽ ഫോർമാറ്റ്സ്. ഓക്കെ, ഏതാണ് ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റ്, ഏതാണ് വെക്ടർ, ഏതാണ് റാസ്റ്റർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വെറും 10 മിനിറ്റ് പഠിപ്പിച്ചത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ നോട്ട്സ് നിങ്ങൾ എല്ലാവരും എടുത്തു വെക്കണം. കാരണം നാളെയും മറ്റന്നാളൊക്കെ നിങ്ങൾക്ക് എക്സാം ഉള്ള ദിവസങ്ങൾ ആവശ്യം വരും. നിങ്ങൾക്ക് മൺഡേ എക്സാം ഉള്ള ഒരു കമൻറ്റ് ചെയ്യാം, മൺഡേ എന്നിട്ട് ആരെങ്കിലും ലൈക്ക് അടിക്കാനൊക്കെ. ട്യൂസ്ഡേ എക്സാം ഉള്ള ഒരു ട്യൂസ്ഡേ ലൈക്ക് അടിക്കുക. ഫുൾ പവറിലേക്ക് എക്സാം എഴുതിക്കോ മക്കളെ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ മറക്കരുത്, എല്ലാത്തിൻ്റെയും വീഡിയോസ് വന്നിട്ടുണ്ട്, ആ കാര്യം മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് എല്ലാ ഫുൾ ഫോംസും വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കഷ്ടപ്പെട്ട് പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് പോയിട്ട് തരേണ്ട ആവശ്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ഇതും ചാപ്റ്റർ വൈസ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പം നിങ്ങൾക്ക് SVG ഉണ്ട്, JPEG ഉണ്ട്, PNG ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട മക്കളെ SVG. ഇവിടെ ഞാൻ കുറച്ച് എക്സ്ട്രാ തിയറീസും പറയുന്നുണ്ട്. ഓക്കെ മക്കളെ, നമ്മുടെ ഇമേജ് നമ്മുടെ ഇങ്ക്സ്കേപ്പിലാണ്. ഇങ്ക്സ്കേപ്പിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന SVG. കാരണം എന്താണ്? അതൊരു വെക്ടർ ഗ്രാഫിക്സ്, വെക്ടറാണ്. വെക്ടർ എന്ന് പറയുമ്പോൾ വലുതാക്കിയാലും ക്ലാരിറ്റി പോവില്ല. അതിന് പകരം ഇത് രണ്ടും എന്താണ് റാസ്റ്ററാണ്. റാസ്റ്റർ എന്താണ് റാസ്റ്ററിൻ്റെ പ്രത്യേകത? നിങ്ങൾ വലുതാക്കുമ്പോൾ ക്ലാരിറ്റി കുറയില്ലേ? ഇപ്പോൾ നോക്കിയാൽ ഇത് വലുതാക്കുമ്പോൾ ക്ലാരിറ്റി പോകുന്നില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ വെക്ടറിൽ നിന്നൊരു PDF നിന്നാവുന്ന സാധനമാണ്. അത് വേറെ പിന്നെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി പോകുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? റാസ്റ്റർ എന്ന് വിളിക്കും. ഓക്കെ, ഇവർ രണ്ടാളും റാസ്റ്ററാണ്. അപ്പോൾ സാറേ JPEG, ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് എന്നുള്ള സാധനത്തിൻ്റെ ചിലപ്പോൾ നിങ്ങൾ JPEG എന്ന് കാണും കേട്ടോ. രണ്ട് സെയിം ആണ് ഏകദേശം. ഓക്കെ, അപ്പോൾ ഇവനും PNG തമ്മിൽ എന്താ വ്യത്യാസം? PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്, ഇവൻ തമ്മിൽ വ്യത്യാസം ഇത്രേ ഉള്ളൂ. JPEGിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കമ്പൽസറി, ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ആക്കാൻ പറ്റില്ല. ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, എന്താണ് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് പറ്റൂല. എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ വൈറ്റ് കൊടുത്തോളൂ. JPEG ആണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കിയത് വൈറ്റ് ആവും. ഓക്കെ, PNG അങ്ങനെയല്ല, ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ആണ്, ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പബ്ലിഷിംഗ് എന്ന് പറയുമ്പോൾ ആ ചാപ്റ്റർ നമുക്ക് PDF ആണ് മെയിനായിട്ട് വരുന്നത്. PDF നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ PDF ഫയലായിട്ടാണ്. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് നിങ്ങൾക്കൊക്കെ അയച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് പോർട്ടബിൾ ഡോക്യുമെൻ്റ് ആണല്ലോ, ഫോട്ടോ അല്ലല്ലോ, അതിൻ്റെ ഫോർമാറ്റാണ്. ഓക്കെ, ലേറ്റക്സ് ആണ് ടൈപ്പ് സെറ്റിംഗ് സിസ്റ്റം ഇൻ ബേസ്ഡ് ഓൺ ടെക്സ്റ്റ്. അപ്പോൾ ലേറ്റക്സ്. ഓക്കെ, അപ്പോൾ ലേറ്റെക് എന്നുകൊണ്ട് ഓർത്ത് വെക്കുക. ചിലവർ ലേറ്റെക് എന്നും പറയും, കുഴപ്പമൊന്നുമില്ല. ചാപ്റ്റർ 3 അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ്. വെബ് ഡിസൈനിങ്ങിൽ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നോക്കിയേ, HTML ഇവിടെ ഇട്ട് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് ആണ്. നമുക്കതാണ് കമ്പ്യൂട്ടറിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. URL നമ്മൾ കമ്പ്യൂട്ടറിൽ www.google.com എന്ന് പറയുന്ന സാധനമാണ്. ആ ബാറിലാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം നമ്മൾ വേൾഡിൽ എവിടെ വേണമെങ്കിൽ ഒരു യൂണിഫോം ഉണ്ട്, ഒരു പ്രത്യേക പാറ്റേണിലാണ് അതിൻ്റെ റിസോഴ്സ്. ആ വെബ്സൈറ്റ് പോയി കണ്ടുപിടിക്കുന്ന സംഭവം, അതാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. HTTP എന്ന് പറയുമ്പോൾ മക്കളെ സെക്യൂരിറ്റി അല്ലേ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ HTTP :/ എന്നിട്ടാണ് ശരിക്കും വരിക, വരും. ഓക്കെ, അപ്പോൾ HTTP എന്ന് പറയുമ്പോൾ നമ്മുടെ URL സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സാധനമാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTPS എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സെക്യൂർ ആണ്. HTTP വിത്ത് സെക്യൂരിറ്റി. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ചാപ്റ്റർ 5 നെറ്റ്വർക്കിങ്ങിൽ കുറേ സാധനമുണ്ട്. LAN എന്ന് പറയും, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുന്നതോ അതിൻ്റെ സിസ്റ്റമാണ് LAN പറയാം. വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് കുറച്ചുകൂടി വലുത്. മൾട്ടിപ്പിൾ സ്കൂളുകൾ തമ്മിൽ, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഓഫ് ഓഫീസ് തമ്മിലുള്ള നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. IP എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. IP അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ കമ്പ്യൂട്ടേഴ്സിന് IP അഡ്രസ്സ് ഉണ്ട്. ഓരോ കമ്പ്യൂട്ടറിനും ഒരു യുണീക്ക് IP അഡ്രസ്സ് ഉണ്ട്. ബേസിക്കലി എൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, ഒരു നമ്പറാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ 192.168.1.125 എന്നൊക്കെ കാണാം. ഓക്കെ, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് നമ്പറിന്, അത് നിങ്ങൾ പഠിക്കണം തിയറിയിൽ. ഓക്കെ, ISP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഫോർ എക്സാമ്പിൾ ജിയോ, എയർടെൽ, BSNL, അവരൊക്കെ നമുക്ക് നെറ്റ് തരുന്ന ചേട്ടന്മാരാണ്. ഓക്കെ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ FTP. ബേസിക്കലി നിങ്ങൾക്ക് ഞാനിപ്പോൾ വാട്സാപ്പിൽ ഒരു ഫയൽ നിങ്ങൾക്ക് അയക്കുന്നില്ലേ, അപ്പോൾ ഫയൽ അയക്കുന്നതിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ റൂൾസ് ആട്ടോ. അപ്പോൾ FTP ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു ഫയൽ അയക്കാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് അയക്കുന്ന പോലെയല്ല, ഒരു ഇമേജോ ഫോട്ടോ വീഡിയോ സിനിമയൊക്കെ അയക്കണമെങ്കിൽ. ഓക്കെ, DNS എന്ന് പറയുന്നത് ഡൊമെയിൻ നെയിം സിസ്റ്റം. ഓക്കെ, DNS ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം examwinner.com എന്ന് പോയാൽ ഓക്കെ, ഇതിനെന്താണ് വിളിക്കുക? ഇതൊരു വെബ്സൈറ്റാണ്, എനിക്കറിയാം URL ആണ്. ഇതാണ് അതിൻ്റെ ഡൊമെയിൻ. ഓക്കെ, ഇത് ഞാൻ വാങ്ങിച്ചിട്ടേക്കുക. അപ്പം ഇതെൻ്റെ ഡൊമെയിനാണ്. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വേൾഡിലെ ഇൻ്റർനെറ്റ് വേൾഡിലെ സ്ഥലം വാങ്ങിക്കുന്ന പോലെ. അപ്പോൾ എക്സാമിനർ എന്നുള്ളത് എൻ്റെ ഡൊമെയിനാണ്. ഓക്കെ, അതേപോലെ തന്നെ. ഓക്കെ,
വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡലിറ്റി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വയർലെസ് ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. VPN എന്ന് പറയുമ്പോൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഓക്കെ, അതും കൂടി ഓർത്ത് വെക്കുക. അതാണ് നെറ്റ്വർക്കിംഗ് വരുന്നത്. വർക്കിംഗ് ഓഫ് ഇൻ്റർനെറ്റ് വരുമ്പം SMTP, ഞാൻ പറയുന്നത് ഓരോ പ്രോട്ടോക്കോളുണ്ട്. IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, FTP എന്ന് പറയുമ്പോൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, FTP, TP, IP, TCP, IP എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ഓക്കെ, അതിലേപോലെ ഒരു സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. TP എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, POP എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. ഓക്കെ, IMAP എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് മെസ്സേജിങ് ആക്സസ് പ്രോട്ടോക്കോൾ. ഓക്കെ, ഓർത്ത് വെച്ചോ. ഡേറ്റാബേസ് ചാപ്റ്ററിൻ്റെ തിയറി ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. SQL, സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്, അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. DBMS എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ചിലപ്പോൾ RDBMS ഉണ്ടാവും. റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ബ്ലോബ് എന്ന് പറയുമ്പോൾ ബൈനറി ലാംഗ്വേജ് ഒബ്ജക്റ്റ്. ഓക്കെ, ബൈനറി ലാർജ് ഒബ്ജക്റ്റ്, സോറി. ഓക്കെ, അതിൻ്റെ ബ്ലോബിൻ്റെ ഫുൾ ഫോം ഫയൽ ഫോർമാറ്റ് വരുന്നുണ്ട്. ഓക്കെ, ജിഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചില GIF എന്ന് പറയും ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ്. ഓക്കെ, MP4 മൂവിങ് പിക്ചേഴ്സ് എക്സ്പേർട്ട് ഗ്രൂപ്പ്, അതാണ് MPEG-ൻ്റെ 4ാമത്തെ വേർഷനാണ് MP4 ആണ് കുറച്ചുകൂടി കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ചാപ്റ്റർ 10 വരുമ്പോൾ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം GUI എന്ന് പറയുമ്പോൾ GUI ലിനക്സ്, ഗ്രാഫിക്സ് യൂസർ ഇൻ്റർഫേസ് GUI. ഓക്കെ, CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, RAM എന്ന് പറയുമ്പോൾ റാൻഡം ആക്സസ് മെമ്മറി, ROM എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് SSD ഒക്കെ ROM ആയിട്ട് ഒരു റീഡബിൾ മെമ്മറി, യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ് USB, SSD എന്ന് പറയുമ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഇത് USB-ൻ്റെ ന്യൂവർ വേർഷൻ, USB ഒരു പ്രോട്ടോക്കോൾ പോലെ ബസ്സാണ്, ഇതെന്നാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഹാർഡ് ഡിസ്കിൻ്റെ പുതിയ വേർഷനാണ് എന്താണ് SSD. ഓക്കെ, കുറച്ചുകൂടി സെക്യൂർ ആണ്. ഇനി ഫൗണ്ടേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും ഫൗണ്ടേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, അവരെന്താ ചെയ്തതെന്ന് അതിൻ്റെ അവരുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കറ്റ്, നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. SLC ശക്തിൻ്റെ ക്രാഷ് ബാച്ച് റണ്ണിംഗ് ആണ്, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് +1 അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് ശക്തി ബാച്ച് ഫ്രീ ആയിട്ടും കിട്ടുന്നതായിരിക്കും. വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ +1 +2 സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് നീറ്റോ വന്ന് പഠിക്കണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിൽ. പക്ഷേ മക്കളെ സീറ്റുകൾ വളരെ കുറവാണ്. ആൻഡ് നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഫയൽ ഫോർമാറ്റ്സ്. അപ്പോൾ ഫയൽ ഫോർമാറ്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ ഫൗണ്ടേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് നോക്കാം. ഓക്കെ, അപ്പം ഇൻവെൻറ്റ് ചെയ്ത ആളോ ഫൗണ്ട് ചെയ്തോ ഡെവലപ്പ് ചെയ്ത ആളോ എന്ത് വേണമെങ്കിൽ. ഓക്കെ, ടിം ബേണേഴ്സ്-ലീ കുറേ ചോദിക്കാറുണ്ട്. ഓക്കെ, WWW വേൾഡ് വൈഡ് വെബ്. അപ്പോൾ വേൾഡ് വൈഡ് വെബ് പഠിച്ചു വെച്ചാൽ എൻ്റെ ഫുൾ ഫോം ആണ് അത് ടിം ബേണേഴ്സ്-ലീ. ചാൾസ് ഗാബേജ് അല്ല, ബാർബേജ് അല്ല, ഒന്നും അല്ല, എന്നാണ് ചാൾസ് ബാബേജ്. ഓക്കെ, എന്താണ് ഡിസൈൻ ദ അനലിറ്റിക്കൽ എഞ്ചിൻ കൺസിഡർ. ഓക്കെ, അപ്പോൾ അനലിറ്റിക്കൽ എഞ്ചിൻ ഡിസൈൻ ചെയ്ത ആളാണ്. ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ചാൾസ് ബാബേജ്. കേട്ടോ, അനലിറ്റിക്കൽ എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പെട്ടിയിലായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആഡ ലോവലേജ്. ഓക്കെ, ലോവലേസ് എന്ത് വേണം നിങ്ങൾ വിളിച്ചോ. ക്രിയേറ്റഡ് ഫസ്റ്റ് ആൽഗോരിതം ഫോർ മെഷീൻ, ഓഫൺ കൺസിഡർ ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ഓക്കെ, അപ്പോൾ ആഡ ലോവലേസ്. ലൈനസ് തോർവാൽസ്. ലൈനസ് നമ്മളെ പേര് കേൾക്കുമ്പോൾ ലൈനസ് എന്ന് ശരിക്കും പറയാം. ഡെവലപ്പ് ദ ലൈനക്സ് അല്ലെ ലിനക്സ്. ഓക്കെ, അപ്പം ലൈനസ് ആണ് ലൈനക്സ് ഉണ്ടാക്കിയത്. ഓക്കെ, സിസ്റ്റം OS സിസ്റ്റം. അപ്പോൾ ലൈനക്സിൻ്റെ OS കെർണലാണ് 1991 ഉണ്ടാക്കിയത്. എക്സ്ട്രാ പോയിന്റ്. റിച്ചർഡ് സ്റ്റോൾമൻ എന്താണ് ഫൈൻഡ് ദ GNU. GNUവിൻ്റെ ഫുൾ ഫോം എല്ലാവരും ചാറ്റിലിടാം, എല്ലാവരും അറിയണം. ഓക്കെ, കമൻസിൽ അറിയണം. ഓക്കെ, GNU പ്രോജക്റ്റ് 1983 ടു ക്രിയേറ്റ് ഫ്രീ സോഫ്റ്റ്വെയർ. ഓക്കെ, ഡെന്നിസ് റിച്ചി ആൻഡ് കെൻ തോംസൺ. ഓക്കെ, അവരെന്താ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറ്റ് ബെൽ ലബോറട്ടറീസ്. ഓക്കെ, ബെൽ ലബോറട്ടറീസ് എന്ന് പറഞ്ഞാൽ യൂണിക്സ് ഉണ്ടാക്കിയത് ഡെന്നിസ് റിച്ചി കെൻ തോംസൺ. ഡൊണാൾഡ് ക്നാക്ക്. ഓക്കെ, എന്താണ് ടെക്സ്, നമ്മുടെ ലേടെക്കിൻ്റെ ടെക്. ഓക്കെ, ടൈപ്പ് സെറ്റിംഗ് ഫോർമാറ്റ് കൺസിഡർ ദ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടിംഗ് സയൻസ്. ഓക്കെ, അതാണ് ഡൊണാൾഡ് ക്നാക്ക്. ഓക്കെ, ലെസ്ലി ലാംപോർഡ് ലേടെക് ഡെവലപ്പ് ചെയ്തു. ബ്ലൂ. ഹാക്കോം വ്യൂം ആൻഡ് ബർട്ട് ബോസ്. ഓക്കെ, അപ്പോൾ ഹാക്കോം വ്യൂം ലീ ആൻഡ് ബർട്ട് ബോസ് രണ്ട് പേരും കൂടിയാണ് നമ്മുടെ CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. നമ്മുടെ HTML ഞാൻ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. CSS ഉണ്ടാക്കിയ ആളാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. വിച്ച് ഡിഫൈൻസ് ദ വെബ് പേജ് സ്റ്റൈൽസ്. ഓക്കെ, അപ്പോൾ CSS ഇൻക്ലൂഡ് ചെയ്താലാണ്, ലിങ്ക് ചെയ്ത റെഫറൽ ഷീറ്റ് ചെയ്താലാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുക, അല്ലെങ്കിൽ സ്റ്റൈൽ ഉണ്ടാവില്ല. ഇയാൻ ഫോസ്റ്റർ, കാൾ കെസൽമൻ ആൻഡ് സ്റ്റീവ് ടോക്ക്. ഓക്കെ, ഡെവലപ്ഡ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി. ആൻഡ് റോബർട്ട് B. ക്വാർട്ടൽബോം ആണ് എന്താണ് സിൻഫിക് സ്റ്റുഡിയോ ഫ്രീ 2D ആനിമേഷൻ സോഫ്റ്റ്വെയർ. നമ്മുടെ സിൻഫിക് സ്റ്റുഡിയോ ഉണ്ടാക്കിയത്. ഓക്കെ, ഫ്രീ ആണ്, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കാര്യം മറക്കരുത്. ഇനി ലാസ്റ്റ് ഫയൽ ഫോർമാറ്റ്സിലേക്ക് വരും കേട്ടോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളോട് പറയാം. SVG എന്ന് പറയുമ്പോൾ നമ്മുടെ വെക്ടറാണ്, ഇവൻ വെക്ടറാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ റാസ്റ്ററാണ്. ഓക്കെ, JPEG, PNG, ബിറ്റ് മാപ്പ് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത് വെക്ടറാണ്, ഇത് കോമൺ ആണ്. ഫോട്ടോഗ്രാഫേഴ്സിൽ JPEG ഉപയോഗിക്കാറ്. ട്രാൻസ്പെറൻസി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് PNG, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബിറ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ അൺകംപ്രസ്ഡ് ഇമേജ് ഫോർമാറ്റ് ആൻഡ് റാസ്റ്റർ. അപ്പോൾ കംപ്രസ് ആവാത്തത്. ഈ JPEG-ഉം PNG-യും കുറച്ച് കംപ്രസ് ചെയ്യും, ഫയൽ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്.
വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ .avi എന്നാണ് നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ നമ്മുടെ സിനിഫിക് സ്റ്റുഡിയോയിൽ റെൻഡർ ചെയ്യുമ്പോൾ വരിക. ഓക്കെ, പക്ഷേ നമ്മളത് മാറ്റിയിട്ട് FLV ആക്കുക. എന്താണ്? ഫ്ലാഷ് വീഡിയോ. ഓക്കെ, അപ്പോൾ എന്താണ് വീഡിയോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെ സിമ്പിൾ പണ്ടത്തെ ഫയലാണ്. MP4 എന്ന് പറഞ്ഞാൽ MPEGൻ്റെ കോമൺ ഫോർമാറ്റ് ഫോർ വീഡിയോ പ്ലേബാക്ക് ഓൺ മൊബൈൽ ആൻഡ് വെബ്. കുറച്ചുകൂടിയും സിംപ്ലർ ആൻഡ് ഫയൽ കംപ്രസ് ചെയ്ത സാധനമാണ് MPEG-4. അതാണ് MP4ൻ്റെ, ഇതാണ് MPEG-4. MPEG എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ പഴയ വേർഷനാണ് അനദർ വൈഡ്ലി യൂസ് ഫോർമാറ്റ് ഫോർ ഡിജിറ്റൽ വീഡിയോസ്. നിങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലത്തൊക്കെ MPEG എന്നായിരുന്നു. പിന്നെയാണ് MP4 എന്നൊക്കെ പറഞ്ഞത്. MP3 എന്ന് പറയുമ്പോൾ എന്താണ്? പാട്ടാടും. ഓക്കെ, MP3 എന്ന് പറയുമ്പോൾ സോങ്സാണ്, സോങ്സിൻ്റെ ഫയൽ. ഓക്കെ, .gif എന്ന് പറയുമ്പോൾ ഒരു ഡോട്ടുള്ള ഗ്രാഫിക്സ് ഇൻ്റർജീഫ് ആണ്. യൂസ് ഫോർ ആനിമി, നിങ്ങൾക്കറിയാലോ വാട്സാപ്പിൽ അയക്കുന്ന ജിഫ്. ഓക്കെ, അപ്പോൾ പക്ഷേ അതിന് കുറച്ച് പ്രത്യേക ഫ്രെയിംസും കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും. ജിഫിന് ഒരിക്കലും ഭയങ്കര ക്വാളിറ്റി വരില്ല, അതിന് പ്രത്യേക ലിമിറ്റേഷൻസ് ഉണ്ട്. ഡോക്യുമെൻറ്റും പബ്ലിഷിലും PDF വരുന്നുണ്ട്, ടെക്കും വരുന്നുണ്ട്, ലേറ്റക്സും PDF. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. HTML, CSS, JavaScript, XML. ഓക്കെ, നമുക്ക് HTML നിങ്ങൾക്കറിയാം, CSS കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്, JavaScript സ്റ്റൈലാണ് JS. ഓക്കെ, JSON അല്ല, അത് വേറെ കേട്ടോ. എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ബേസിക്കലി XML. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അത് നിങ്ങൾ വീഡിയോ എടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. XML ഫയൽ വെച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഡേറ്റാബേസ് ഫോർമാറ്റിൽ SQLും ബ്ലോബ് നമ്മൾ കണ്ടുപിടിച്ചു, ബൈനറി ലാർജ് ഒബ്ജക്റ്റ്. ഓക്കെ, അതിൻ്റെ SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ക്വയറി ലാംഗ്വേജ് ഒബ്ജക്റ്റ്. ഓക്കെ, ആ സംഭവങ്ങൾ കിട്ടി. പിന്നെ ലാസ്റ്റ് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഫയൽ ഫോർമാറ്റ്സ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഏത് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഫുൾ ഫോംസ് പഠിക്കണം. ഓക്കെ, ഇത് EXT3, EXT4 എന്ന് പറഞ്ഞാൽ ലൈനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഫയൽ സിസ്റ്റം കേട്ടോ. ഫയൽ ഫോർമാറ്റിലെ ഫയൽ സിസ്റ്റം. FAT32 NTFS എന്താണ്? NTFSൻ്റെ ഫുൾ ഫോം ആർക്കെങ്കിലും ഫുൾ ഫോം പറയാൻ പറ്റുമോ ചാറ്റിൽ? ഓക്കെ, കമൻസ്. NTFSൻ്റെ ഫുൾ ഫോം അത് ചോദിക്കാറുണ്ട് കേട്ടോ. മൈക്രോസോഫ്റ്റിൻ്റെ ഫയൽ സിസ്റ്റം. നിങ്ങൾ നോക്കിയേ, NTFS മൈക്രോസോഫ്റ്റ് ഫയൽ സിസ്റ്റം. അപ്പോൾ FS എന്ന് പറയുമ്പോൾ ഫയൽ സിസ്റ്റമാണ്, NTFS എന്നാണ് പറയുക. ഓക്കെ, HPFS ശരിക്കും പറഞ്ഞാൽ XFAT എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, XFAT. ഓക്കെ, FAT32 കുറച്ചുകൂടി ബെറ്റർ ആണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. HPFS ഉണ്ട്, HPFS+ ഉണ്ട്, മാക്. ഓക്കെ, പിന്നെ മാക് OS ജേർണൽഡ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ഉണ്ട്. ഷോർട്ട് ഫോം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത കേട്ടോ. പിന്നെ QGISൻ്റെ നിങ്ങൾ ചിലവർ ചെയ്യുന്ന മിസ്റ്റേക്ക് QGIS എന്ന് ഇടും. ഓക്കെ, QGIS ഇല്ല, QGS എന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഫയൽ ഫോർമാറ്റിൽ. അപ്പം ആ കാര്യം കിട്ടി. ഷേപ്പ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ഫോർമാറ്റ് ലെയർ നമ്മൾ സേവ് ചെയ്യുമ്പോൾ .shp ആണ് വരിക. ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടി. ഇത് ഞാൻ നിങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അയക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. വൈകുന്നേരം ലൈവ് ഉണ്ട്. ബാക്കി എല്ലാത്തിൻ്റെയും നമ്മുടെ പ്രാക്ടിക്കൽ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ.